Behold the Magic Eye Creations. Subscribe for more content. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഒരു വീഡിയോ ഇടാൻ പോവാണ്. എൻ്റെ മാജിക് ഐ ക്രിയേഷൻസ് എന്ന ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2D ഡ്രോയിങ് അല്ലെങ്കിൽ ഇമേജിനേക്കാൾ കൂടുതൽ 2D ഡ്രോയിങ്സ് ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതിനെ എങ്ങനെ നമ്മളുടെ 3D മോഡലാക്കി എടുക്കാം എന്നാണ് പറഞ്ഞു തരുന്നത് സിമ്പിളായിട്ട്. ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മോഡൽ അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ 3D 2D ഡ്രോയിങ്ങിനകത്ത് അപ്ലോഡ് ചെയ്യുക ജെമിനിയിലോട്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, മേക്ക് 3D മോഡൽ ആസ് പെർ ദിസ് PDF. അത്രമാത്രം എഴുതും, ബാക്കിയൊന്നും എഴുതണ്ട. ഓക്കെ, അപ്പം അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കാണ് ഡയറക്റ്റ്ലി 3D CAD ഫയൽ സപ്പോർട്ട് ലിസ്റ്റഡ് ഉണ്ട്. ബട്ട് ഐ ക്യാൻ ഗിവ് യു ദ കംപ്ലീറ്റ് സെറ്റപ്പ് പാരാമീറ്റർ. അതായത് എന്ന് പറഞ്ഞ് ചെയ്യും എങ്ങനെ ടു ജിമെയിൽ ലൈക്ക് മെറ്റീരിയൽ ടു പ്രൊഡ്യൂസ് ഫോട്ടോ ലിസ്റ്റഡ് ഒന്നും നമ്മളൊന്നും വായിക്കൊന്നും വേണ്ട, നേരെ ഡയറക്റ്റ് താഴോട്ട് വരിക. ഇവരെല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതുക. അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിയേറ്റ് എ JSON prompt for to render this PDF അല്ലെങ്കിൽ ടു മോഡൽ PDF എന്ന് എഴുതണം. അപ്പം അവരൊരു JSON prompt ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തരുന്നു. ആ ഇമേജിന്റെ അല്ലെങ്കിൽ ആ ഒരു PDF നമ്മൾ കൊടുത്തതിന്റെ അത് മനസ്സിലാക്കിയ ഒരു JSON prompt എന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, JSON prompt-നെ കുറിച്ചും പറഞ്ഞുതരാം. JSON prompt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ലാംഗ്വേജ് ആണ്. അതായത് എന്താണ് ആദ്യം JSON prompt എന്ന് പറയാം. Who invented JSON prompt? അതും പറയാം. ഈ JSON prompt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേരല്ല, ആദ്യം മനസ്സിലാക്കുക. ഇത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നൊട്ടേഷൻ എന്നുള്ള ആ ഒരു ഒരു സെന്റൻസിനെ ചുരുക്കി JSON prompt എന്നാക്കി എടുത്തേക്കുക. ഓക്കെ, ഇത് 2000-നകത്താണ്, 2000 കാലഘട്ടത്തിലാണ് ഇത് സ്റ്റാർട്ടാക്കിയത്. ഡഗ്ലസ് കോക്ക്ഫോർഡ് എന്ന് പറഞ്ഞ ഒരാളാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പലരും പല കാര്യങ്ങൾ പല രീതിയിൽ അത് മാറ്റി മറിച്ച് ഒക്കെ എഴുതി. എങ്കിലും ഒരു പിതാമഹൻ എന്ന നിലയിൽ ഡഗ്ലസ് കോക്ക്ഫോർഡിനെ നമുക്ക് പറയാം. സോ അങ്ങനെ നമ്മൾ JSON കമാൻഡ് എടുത്ത്, പുള്ളിക്കാരൻ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ അതുപോലെ എന്തോ ഒരു സംതിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് അയക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ. അപ്പം മെസ്സേജിങ് സാധാരണ അന്നത്തെ കാലഘട്ടത്തെ ഫ്ലാഷിനകത്തൊക്കെ ഫ്ലാഷ് ട്രാൻസ്ഫർ, അത് വെച്ച് ഹെവി സോഫ്റ്റ്വെയർസാണ്, SQL ഫ്ലാഷോ അങ്ങനെയൊക്കെയുള്ളതൊക്കെ വെച്ച്. അപ്പം അതിനേക്കാൾ സിമ്പിളായിട്ട് പുള്ളിക്കാരനോട് ക്രിയേറ്റ് ചെയ്തതാണ് ഒരു പ്രോഗ്രാമാണ് JSON prompt. അപ്പം മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഈസി വിത്ത് കറക്റ്റ് റിക്വയർമെന്റ്സ് എന്നുള്ള രീതിയിൽ. സോ നമുക്കിപ്പം പഠിക്കാൻ പോകുന്നത് JSON prompts-ന്റെ കാര്യങ്ങൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ്. JSON prompt എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇപ്പം നമ്മുടെ PDF അപ്ലോഡ് ചെയ്തു, അതിനെ നമ്മൾ എന്ത് ചെയ്തു, അതിനെ prompt ആക്കി എടുത്തു. അതിനപ്പം നമുക്ക് സാധനങ്ങളെല്ലാം കിട്ടി. അപ്പം നമ്മൾ ആ ഒരു സാധനത്തെ എന്ത് ചെയ്തു, കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടൈപ്പ് ചെയ്തു ക്രിയേറ്റ് എ 3D ഇമേജ് ആസ് പെർ JSON prompt എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് എന്ത് അവർ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ക്യാനോട്ട് ഡയറക്ട്ലി ഔട്ട്പുട്ട് പിക്സൽ റെൻഡർ ഇമേജ് 3D വിഷ്വൽ ടെക്സ്റ്റ് ഹൗ ഐ ക്യാൻ കൺവേർട്ട് JSON ഡാറ്റ ഇൻടു ഡയറക്റ്റ് എക്സിക്യൂട്ടബിൾ വർക്ക്. ഇവിടെയാണ് കളിയിരിക്കുന്നത്. അപ്പം ഈ എക്സിക്യൂട്ടബിൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D മോഡൽ ആക്കുക എന്നുള്ള ആ ഒരു മീനിങ് ആണ് പറയുന്നത്. 3D മോഡൽ ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 3D Max അങ്ങനെയുള്ള ആ ഒരു, അല്ലെങ്കിൽ ബ്ലെൻഡർ അങ്ങനെയുള്ള ഇതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്ത് 3D മോഡൽ ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് 3D മോഡൽ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സംഭവം. വലിയ സമയമൊന്നും വേണ്ട, നമ്മൾ എത്ര നേരം ഒരു ഇമേജ് അല്ലെങ്കിൽ 2D എടുത്തിട്ട് ഡ്രോയിങ് വരച്ചിട്ട് പിന്നെ 3D മോഡലാക്കി ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 2D ഇപ്പം നമ്മൾ ആൾറെഡി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് 3D ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും അത് ഉപകാരമായിരിക്കും.
അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുമ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എക്സിക്യൂട്ടീവ് വർക്ക് എന്നുള്ള രീതിയില്ല. എന്നിട്ട് ഇവരിപ്പം ഇതിനകത്ത് ചെയ്ത് തന്നേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓപ്ഷൻസ് ഓരോന്ന് തന്നിട്ട് ഒന്ന് പൈത്തണിനകത്താണ് കാര്യങ്ങൾ തന്നിരിക്കുന്നത് കണ്ടോ. പൈത്തണിനകത്ത് അടുത്തത് ബ്ലെൻഡറിനകത്തുള്ള സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പൈത്തണിനകത്തുള്ള സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു നമുക്ക് ഏതാ 3D Max വേണം. നമ്മൾ 3D Maxനകത്തുള്ള സ്ക്രിപ്റ്റ് എടുക്കുക. അതിനിടെ 3D Max സ്ക്രിപ്റ്റ് ഫോർ ദിസ് എടുക്കും. നമ്മുടെ ജെമിനി നമുക്ക് എന്ത് തന്നു, ആ ഒരു സാധനത്തിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു 3D പ്രൊപ്പോർഷണൽ കറക്റ്റ് ഒക്കെ ആക്കി തന്ന് നമുക്ക് എന്ത് ചെയ്തു തന്നോ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തന്നു. ഇനി എങ്ങനെയാണ് നമുക്ക് ഇത് വർക്ക് നമ്മുടെ 3D Maxനകത്ത് റൺ ആകുന്നതെന്ന് പറഞ്ഞുതരാം. അതായത് 3D Max ഓൺ ആക്കുക. ഓക്കെ, എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് മൊത്തം കോപ്പി എടുക്കുക. ഓക്കെ, കോപ്പി എടുക്കാൻ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ 3D Max എടുക്കുക, ഇത് കോപ്പി ചെയ്യുക. അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്? ഓട്ടോഡെസ്ക് 3D Max ഓപ്പൺ ചെയ്യുക. ഗോ ടു ദ ടോപ്പ് മെനു, സ്ക്രിപ്റ്റിംഗ് എഡിറ്റർ അത് ഓൺ ആക്കുക. അതായത് നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എഡിറ്റർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. F11 ഇങ്ങനൊരു സംഭവം വരും. ഓക്കെ, F11 എന്നുള്ള ഇതിനകത്തോട്ട് സ്ക്രിപ്റ്റ് ലിസണർ എന്നുള്ളതാണ്. സ്ക്രിപ്റ്റ് നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അത് ലിസൺ ചെയ്തിട്ട് അതിനനുസരിച്ച് റൺ ചെയ്യും. അങ്ങനെയാണ് സംഭവം. ഓക്കെ, അങ്ങനെ വെച്ചിട്ട് അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. അതായത് ഈ പ്രൊംപ്റ്റ് എന്ത് ചെയ്യണം, അതിനകത്തോട്ട് പേസ്റ്റ് ചെയ്യുക. പ്രൊംപ്റ്റ് അല്ല, ഈ ഒരു പ്രോഗ്രാം അതിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റിംഗ് ഇതിനകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ 3D Maxനകത്തോട്ട് പേസ്റ്റ് ഇവിടോട്ട് ചെയ്യുമ്പോൾ ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ കോപ്പി എടുത്തു, പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് ഇത് നേരത്തെ ചെയ്തതായിരുന്നു. അപ്പം സ്ക്രിപ്റ്റ് ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്യണോ, ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ടൂൾസ് എവാലുവേറ്റ് ആളുന്ന അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരത്തില്ല. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ എടുക്കുക, സേവാസ് എടുക്കുക, ഡെസ്ക്ടോപ്പ് എടുക്കുക, മൈ സ്ക്രിപ്റ്റ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി എടുക്കുക. അത് നമ്മൾ സ്ക്രിപ്റ്റ് ടൈപ്പ് ചെയ്തെടുക്കുക. അവിടെ പോയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ സ്ക്രിപ്റ്റ്, ഓപ്പൺ സ്ക്രിപ്റ്റ് നമ്മൾ എടുക്കുന്നു 2ms. ഓക്കെ, ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതിനകത്ത് ടൂൾസ് എവാലുവേറ്റ് ആണെന്ന് എടുക്കുക. വിത്തിൻ സെക്കൻഡ്സ് എക്സാക്റ്റ് മെഷർമെന്റിന്റെ സാധനങ്ങൾ എക്സാക്റ്റ് ആണ് എല്ലാം ഇപ്പോഴാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ഇത് ക്യാമറ അത് കിടപ്പുണ്ട്, അതുകൊണ്ടാണ് ക്യാമറയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പെർസ്പെക്റ്റീവ് ഓണാക്കി ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, കണ്ടോ, നമ്മൾ എത്ര വലിയ ജോലിയാണ് ഒരു നിമിഷം കൊണ്ട് മോഡൽ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ സംഭവം. പിന്നെ ബാക്കി കുറച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളതിനകത്ത് മോഡൽ എടുക്കാം. കണ്ടോ, ഒരു ബോക്സിന്റെ സൈസ് ബോക്സ് രീതിയിലാണ് കണ്ടോ. ഒരു ബോക്സ് രീതിയിൽ 450, 1450, 1935 നോക്ക്. ഇതെല്ലാം അക്യുറസി രീതിയിലാണ്, പക്കയായിട്ടാണ് 1450. ഇതിനകത്ത് ഡമ്മി പീസിന്റെ വെറൈറ്റി വിട്ടിട്ടുണ്ട്. സോ എനിവേ നമുക്ക് ആ ഒരു മോഡൽ കറക്റ്റ് നമുക്കിത് കിട്ടും. മനസ്സിലായോ ഒരു കഥവിന്റെ അളവ്? അടിക്കാം. അപ്പം അതിനകത്ത് കുറച്ച് കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ട്.
പക്ഷേ ഇത് അഡ്ജസ്റ്റബിളാണ്. പക്ഷേ ആ ഒരു ഹെറ്റിക്ക് അത്രയും നമുക്ക് മാറി കിട്ടും. ഐ മീൻ ഒരു ഡിസൈനറിനെ സംബന്ധിച്ച് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് 400 അതനുസരിച്ച് ചെയ്തെടുക്കാം, വർക്കൗട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കറക്റ്റ് മോഡലായിട്ടാണ് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തന്നെ വന്ന് കിടക്കും. നമ്മൾ അതിനകത്തോട്ട് ചേഞ്ച് ചെയ്യുക. പക്ഷേ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ടൈം കൺസ്യൂം ചെയ്യുന്ന കുറച്ച് കുറഞ്ഞ് കിട്ടും. മോക്കപ്പൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ വലിയ കാര്യം നോക്കാൻ പോകാറില്ല. അപ്പം 3Dക്കകത്ത് അതിനനുസരിച്ച് കണക്കുകളും കാര്യങ്ങളും ഒരുപാട് നോക്കേണ്ട കാര്യമില്ല. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഏകദേശം നമുക്ക് സാധനം കറക്റ്റായിട്ട് അവിടെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പം നമ്മൾ മാക്സിമം പ്രിസൈസ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നോക്കുക, അതിനകത്ത് എഡിറ്റ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് PDF-ൽ നിന്ന് ഈ ഒരു 3D മോഡൽ എത്തിക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നിങ്ങളെല്ലാവരും ചെയ്തു കൊടുക്കുക. നിങ്ങൾ ഇതിനകത്ത് റിസർച്ച് ചെയ്യുക, എങ്ങനെയൊക്കെ ചെയ്തെടുക്കുക, പഠിക്കുക. താങ്ക് യു ഓൾ. Like, comment, and subscribe.